ഒരൊറ്റ ഇന്നിംഗ്സോടെ ഋഷഭ് പന്ത് നേടിയതും ഉത്തരമേകിയതും സംശയം അകറ്റിയതുമായ കാര്യങ്ങൾ ഒരുപാടാണ്. നിലവിൽ നമുക്കറിയാം ക്യാപ്റ്റൻസിയിലും മെച്യൂരിറ്റി ഇന്നിംഗ്സ് കളിക്കുന്നതിലും ഈ IPL വിക്കറ്റ് കീപ്പ് ചെയ്യുന്നതിലും അടക്കം ഋഷഭ് പന്തിനേക്കാൾ സഞ്ജു സാംസൺ ഒരു പടി മുന്നിലായിരുന്നെങ്കിലും ഋഷഭ് പരിക്കിന് ശേഷം ഡൽഹി ടീമിൽ എത്തിയത് മുതൽ വരാനിരിക്കുന്ന T20 ലോകകപ്പിലെ അവസരത്തിന് ഋഷഭിന് തന്നെയായിരുന്നു മുൻ കളിക്കാരടക്കം സപ്പോർട്ട് ചെയ്തു വന്നിരുന്നത്. അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രവും എക്സ്പാക്ടറാണ് എന്നതൊക്കെയായിരുന്നു അതിന് കാരണം. എങ്കിലും പരിക്കിന് ശേഷമുള്ള പന്ത് എങ്ങനെയായിരിക്കുമെന്ന് ചിലർക്കെങ്കിലും സംശയമുണ്ടായിരുന്നു. കഴിഞ്ഞ ഇന്നിംഗ്സോടെ പന്ത് ആ സംശയങ്ങളെ പാടെ അകറ്റുകയും താൻ ഫിറ്റാണെന്നും പൂർണ്ണ ഫിറ്റാണെന്നും തൻ്റെ സപ്പോർട്ടേഴ്സ് അന്ധമായല്ല തന്നെ സപ്പോർട്ട് ചെയ്യുന്നതെന്നും വ്യക്തമാക്കുകയായിരുന്നു. ഏതാണ്ട് തുടർച്ചയായ രണ്ടാം മാച്ചിലും മാൻ ഓഫ് ദി മാച്ച് ആവുകയായിരുന്നു ഋഷഭ് പന്ത്. അതിൽ കഴിഞ്ഞ കളിയിൽ 3 വിക്കറ്റ് എടുത്ത മുകേഷിനെ പോലെ ഇക്കളിയിലും 50യും വിക്കറ്റും ക്യാച്ചുകളും ഒക്കെ എടുത്ത അക്ഷർ പട്ടേൽ കൂടി മാൻ ഓഫ് ദി മാച്ച് അർഹിച്ചിരുന്നു എന്ന ആക്ഷേപം ഉണ്ടെങ്കിലും അവസാന ഓവറിൽ വെടിക്കെട്ടിന് തീ കൊളുത്തിയ പന്തിന്റെ പ്രകടന മികവിനെ ആരും ഇപ്പോൾ തള്ളി പറയുന്നില്ല. Yes, Rishabh Pant, നമ്മൾ അറിയുന്ന Rishabh Pant is back. Rishabh Pant had made a statement yesterday. He has shown that he will be the X factor for Team India in this T20 World Cup rather than being a liability. Rishabh Pant ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം സീസണിൽ ത്രില്ലിംഗ് മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ വീഴ്ത്തുകയായിരുന്നു ഋഷഭിന്റെ ചിറകിലേറി ഡൽഹി ക്യാപിറ്റൽസ്. അവസാന പന്ത് വരെ ആവേശം നീണ്ട മത്സരത്തിൽ 4 റൺസിനായിരുന്നു ഡൽഹിയുടെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി 4 വിക്കറ്റിന് 224 റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ഗുജറാത്തിന് 8 വിക്കറ്റിന് 220 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. നായകൻ എന്ന നിലയിൽ ഋഷഭ് പന്തിന്റെ ഷോ ഗുജറാത്തിനെതിരെ ഡൽഹിയുടെ വിജയത്തിൽ ഏറെ നിർണായകമായി. 43 പന്തിൽ 5 ഫോറും 8 പടുകൂറ്റൻ സിക്സറും ഉൾപ്പെടെ പുറത്താകാതെ 88 റൺസാണ് ഋഷഭ് കഴിഞ്ഞ മത്സരത്തിൽ നേടിയത്. 204 സ്ട്രൈക്ക് റേറ്റിൽ കളിച്ച അദ്ദേഹം അവസാന ഓവറിൽ 30 റൺസാണ് വെറ്ററൻ താരമായ മോഹിത് ശർമ്മയ്ക്കെതിരെ നേടിയത്. അതിനൊപ്പം അതീവ നിർണായകമായ 2 ക്യാച്ചുകളും ഋഷഭ് പന്ത് നേടുകയുണ്ടായി. കളിയിലെ താരമായത് പന്തായിരുന്നു, മാൻ ഓഫ് ദി മാച്ച്. ഗുജറാത്തിനെതിരായ പ്രകടനത്തോടെ പന്ത് ഇന്ത്യയുടെ T20 ലോകകപ്പ് ടീമിലും ഏറെക്കൂടെ സ്ഥാനം ഉറപ്പിച്ചതായി തന്നെ പറയാം. അപ്പോൾ മാൻ ഓഫ് ദി മാച്ചിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ട്. ഗുജറാത്തിനെതിരെ ഋഷഭ് പന്തിനെ കളിയിലെ താരമാക്കിയത് അനീതിയാണെന്നും കളിയിലെ താരമാകേണ്ടിയിരുന്നത് അക്ഷർ പട്ടേൽ ആയിരുന്നു എന്നൊക്കെ അഭിപ്രായപ്പെടുന്ന ഒരു വിഭാഗം ആരാധകരുണ്ട്. നമുക്കറിയാം അക്ഷറിന്റെ ഓൾറൗൺ ഷോയാണ് ഡൽഹിയുടെ ജയത്തിൽ നിർണായകമായി മാറിയത് എന്ന് നമുക്കറിയാം. കാരണം ഈ മത്സരത്തിൽ മൂന്നാമനായി ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ അക്ഷർ 43 പന്തിൽ 66 റൺസാണ് അടിച്ചെടുത്തത്. 5 ഫോറും 4 സിക്സറും ഉൾപ്പെടെയായിരുന്നു അക്ഷർ കസറിയത്. ഫീൽഡിംഗിൽ അതുപോലെ 3 കിടിലൻ ക്യാച്ചുകളും അദ്ദേഹത്തിന് നേടാനായി വിക്കറ്റുമുണ്ട്. എന്നിട്ടും പന്തിന് മാൻ ഓഫ് ദി മാച്ച് നൽകിയത് ആ ഒരു ഇന്നിംഗ്സ് ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്ട് കൊണ്ടുകൂടിയാണ്. അവസാന ഓവറിലെ ആ വെടിക്കെട്ടാണ് മാച്ചിലെ ഏറ്റവും നിർണായകമായത്. 30ലേറെ റൺസ് പിറന്ന ആ ഓവറാണ് സത്യത്തിൽ ഡൽഹിയുടെ സ്കോർ 200 കടത്തിയത്. പതിയെ തുടങ്ങുകയും അവസാന ഓവറുകളിൽ കത്തിക്കയറുകയും ചെയ്യുന്ന ഋഷഭിന് ലോകകപ്പിൽ ഇന്ത്യയുടെ മധ്യനിരയിൽ സീറ്റ് ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ഇന്നിംഗ്സ് കാണുമ്പോൾ അനായാസം ഡെത്ത് ഓവറിൽ റൺസ് ഉയർത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഇന്ത്യക്ക് ആവശ്യം നമുക്കറിയാം മധ്യനിരയിൽ ഇതുപോലെ തകർത്തടിക്കുന്ന ഒരു വിക്കറ്റ് കീപ്പറെയാണ്. പഴയതുപോലെ വ്യത്യസ്തമായ ഷോട്ടുകൾ കളിച്ച് അനായാസം റൺസ് ഉയർത്താൻ തനിക്ക് സാധിക്കുമെന്നും അദ്ദേഹം തെളിയിച്ചു. യോക്കറുകൾ പോലും ഹെലികോപ്റ്റർ ഷോട്ടോടെ സിക്സർ പറത്തുന്ന ഒരു ഋഷഭിനെ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ ഈ വെടിക്കെട്ട് ഇന്നിംഗ്സോടെ IPL ഓറഞ്ച് ക്യാപ്പിനുള്ള പോരിലും 3ാം സ്ഥാനത്തേക്ക് കുതിച്ചിരിക്കുകയാണ് ഋഷഭ് പന്ത്. 9 മത്സരങ്ങളിൽ 342 റൺസാണ് പന്ത് നേടിയത്. 49 ശരാശരി 162 സ്ട്രൈക്ക് റേറ്റും അദ്ദേഹത്തിനുണ്ട്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു താരമായ വിരാട് കോഹ്ലി 1ാമത് തുടരുന്നുണ്ട്. 8 മത്സരങ്ങളിൽ 379 റൺസാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. 64 ശരാശരിയിൽ 151 സ്ട്രൈക്ക് റേറ്റാണ് കോഹ്ലിക്കുള്ളത്. രാജസ്ഥാന്റെ നായകൻ സഞ്ജു സാംസന്റെ ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്ന താരങ്ങളിൽ ഒരാളായ ക്യാപ്റ്റൻ മലയാളി താരം സഞ്ജു സാംസൺ ഇപ്പോൾ 8 മത്സരങ്ങളിൽ 62.80 ശരാശരിയിൽ 314 റൺസിൽ അദ്ദേഹം 7ാമതാണ്. അപ്പോൾ ഋഷഭ് പന്ത് കഴിഞ്ഞ ഒരൊറ്റ ഇന്നിംഗ്സോടെ അദ്ദേഹം ഈ ഒരു പട്ടികയിൽ ഏറെ മുന്നിലേക്ക് കുതിക്കുകയും തന്റെ എതിരാളിയായിരുന്ന സഞ്ജു സാംസണേക്കാൾ ഒരുപാട് മുന്നിലെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ചില ഷോട്ടുകൾ തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരിക്കിനെ തുടർന്ന് ഇങ്ങനെയുള്ള ഷോട്ടുകളൊക്കെ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുമോ എന്ന സംശയം അദ്ദേഹത്തിന്റെ കടുത്ത സപ്പോർട്ടേഴ്സിന് വരെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സംശയമൊക്കെ അകറ്റിക്കൊണ്ടുള്ള ഒരു ഷോട്ടുകളും ഷോട്ട് സെലക്ഷനും അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ കാണിക്കുകയുണ്ടായി. അപ്പോൾ ലോകകപ്പിനേക്ക് T20 ലോകകപ്പിനേക്ക് ഋഷഭ് പന്ത് തന്നെ ലോകകപ്പ് ടീമിൽ എത്തും എന്നുള്ള ഒരു സൂചന കൂടിയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്.